തോട്ടപ്പള്ളിയിൽ നിന്നും മണൽവാരൽ എന്ന പേരിൽ കരിമണൽ ഖനനം ചെയ്ത് കൊണ്ടുപോയതിന് കയ്യും കണക്കുമില്ല എന്നതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്നത്. 2.37 ലക്ഷം ടൺ മണ്ണ് നീക്കാനാണ് ഉത്തരവെങ്കിലും KMML തന്നെ പറയുന്നത് ഇതുവരെ 5.87 ലക്ഷം ടൺ കരിമണൽ കൊണ്ടുപോയി എന്നാണ്. അതായത് അനുവദനീയമായതിൻ്റെയും ഇരട്ടി. എന്നാൽ ഖനനം തുടങ്ങി 4 വർഷത്തിനിടെ 50 ലക്ഷം ടൺ മണലെങ്കിലും കടത്തിക്കഴിഞ്ഞുവെന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. റിപ്പോർട്ടർ SIT അന്വേഷണ പരമ്പര തുടരുന്നു. കരിമണൽ കള്ളക്കോടീശ്വരൻ. 2019 ജൂൺ മുതൽ ഇവിടെ JCBകളുടെയും ഹിറ്റാച്ചികളുടെയും ബഹളമായിരുന്നു. ഓരോ ദിവസവും 200-ഉം 300-ഉം ലോഡ് കരിമണലാണ് ഇവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്കായി പോയത്. മെയ് 31 തോട്ടപ്പള്ളിയിലെ മണൽ നീക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ KMMLനെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കിയത്. 2.37 ലക്ഷം ടൺ മണൽ നീക്കം ചെയ്യാനാണ് ഉത്തരവിൽ നിർദ്ദേശം. ഈ ഉത്തരവിന്റെ പിന്നാലെയാണ് 4 വർഷം ഖനനം തുടർന്നത്. ലോഡ് കണക്കിന് കരിമണൽ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി തുടങ്ങി. ലോകായുക്തയിൽ കേസ് വന്നപ്പോൾ 2022 ഡിസംബർ 21 മണലെടുക്കാൻ ചുമതലപ്പെടുത്തിയ KMML പറഞ്ഞത് കാണുക. 1 വർഷം മുമ്പ് വരെ 5.81 ലക്ഷം കരിമണൽ കൊണ്ടുപോയെന്ന്. അതായത് തീരുമാനിച്ചതിൽ 3 മടങ്ങ്. എന്നാൽ കണക്ക് തെറ്റാണെന്നാണ് സമരസമിതി പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് പോയത് കൂടാതെ ശശിധരൻ കർത്തയുടെ കമ്പനിയായ CMRലേക്കും കരിമണൽ ഇഷ്ടം പോലെ പോയെന്ന് സമരസമിതി നേതാക്കൾ പറയുന്നു. ഒരു ദിവസം 300 ലോഡ് വരെ മണലാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. 54 ലക്ഷം മെട്രിക് ടൺ മണലാണ് ഇവിടുന്ന് മാറ്റിയത്. 2,37,000 ക്യൂബിക് മീറ്റർ മണൽ മാത്രം എടുക്കാൻ കരാറുണ്ടാക്കിയിട്ട് 54 ലക്ഷം മെട്രിക് ടൺ മണൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി. ഈ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ മണലെല്ലാം IREയിലും KMMLലും ഇല്ല. വേബ്രിഡ്ജ് ഉപയോഗിച്ച് മണൽ തൂക്കിയ ശേഷം മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം നിലവിലുണ്ട്. എന്നാൽ ഖനനം തുടങ്ങി 4 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും വേബ്രിഡ്ജ് തോട്ടപ്പള്ളിയിൽ സ്ഥാപിച്ചിട്ട് പോലുമില്ല. 300 മീറ്റർ വീതിയിലും 600 മീറ്റർ നീളത്തിലും മാത്രം മണലെടുക്കാൻ അനുമതിയുള്ള ഇവിടെയാണ് ലക്ഷക്കണക്കിന് ടൺ മണൽ പുറത്തേക്ക് ഒഴുകിയത്. റിപ്പോർട്ടർ TV പ്രസാദ്, ടീം ഇൻവെസ്റ്റിഗേഷൻ ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ. ഇപ്പോൾ TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അനുവദനീയമായതിലും കൂടുതൽ മണ്ണ് KMML ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് IREക്ക് അതിൽ വീതം വെച്ച് IRE അതിൽ നിന്ന് ഇൽമൈറ്റ് ഉണ്ടാക്കി CMRL കൊടുത്തു. അങ്ങനെ CMRL ലാഭമുണ്ടാക്കി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് സമരസമിതിക്കാരുടെ ആരോപണവും. എത്രത്തോളം മണ്ണാണ് അനുമതിക്കപ്പുറം KMML കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടാവുക? അരുൺ, 2019 മെയ് മാസം 31 അവിടുത്തെ മണൽ നീക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും KMMLുമായി ധാരണയിൽ ഒപ്പിടുന്നത്. അതിന് പിന്നാലെ KMML കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമായ IREലുമായി ഒരു MOU ഉണ്ടാക്കി. ആ MOU ഉണ്ടാക്കിയ അനുസരിച്ച് KMMLനും IREലിനും അവിടെ നിന്ന് മണലെടുക്കാനുള്ള അനുമതി ഉണ്ടാവുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് അരുൺ നേരത്തെ സൂചിപ്പിച്ച IREL അതിൽ നിന്ന് വേർതിരിക്കുന്ന ഇൽമിനേറ്റ് വ്യാപകമായി CMRLന് കിട്ടിയത്. ഇതിൽ എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ ആ സമയം വരെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന വസ്തു കൊല്ലത്ത് നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്ന രീതിയിലേക്ക് CMML മാറി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം തോട്ടപ്പള്ളിയിലെ ഖനനത്തിൻ്റെ യഥാർത്ഥ ഉപഭോക്താവ് CMRL കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്ന വാർത്ത. ഇന്നിപ്പോൾ പ്രധാനമായും പറയുന്നത് അവിടെ കണക്കില്ലാതെ മണൽ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, അതിനൊന്നും അളവുണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. കാരണം ഈ ഉത്തരവിറക്കുമ്പോൾ തന്നെ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചതിൽ പറയുന്നുണ്ട് ഓരോ ലോഡ് മണലും തൂക്കി നോക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ, അത് വെയ്ബ്രിഡ്ജ് വഴി തൂക്കണം എന്നുള്ളതാണ്. മണലെടുപ്പ് തുടങ്ങി വർഷം 4 കഴിഞ്ഞു, ഇപ്പോഴും അവിടെ വെയ്ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ട് പോലുമില്ല എന്നതാണ്. ആ ഉത്തരവിന് പിന്നാലെ ഉള്ള തീരുമാനത്തിന്റെ ഭാഗമായി പറയുന്നത് 2.37 ലക്ഷം ടൺ മണൽ അവിടുന്ന് എടുക്കാൻ എന്നാണ് ചുമതലപ്പെടുത്തിയത് KMMLനെ. പക്ഷേ ഈ കഴിഞ്ഞ 2022 ഡിസംബർ മാസത്തിൽ ലോകായുക്തയിൽ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റിൽ KMML പറയുന്നത് 5.81 ലക്ഷം ടൺ എടുത്തു എന്നതാണ്.
ഡിസാസ്റ്റർ കമ്മിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടറുടെ തീരുമാനപ്രകാരം നിശ്ചിത മണലെടുക്കാൻ ചുമതലപ്പെടുത്തുന്നു. പക്ഷെ പിന്നീട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോ KMMLോ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ യഥേഷ്ടം മണൽ കടത്തിയത്. സമരസമിതി പറയുന്നത് ഇത് മാത്രമല്ല അരുൺ, സമരസമിതി പറയുന്നത് ഇങ്ങനെ കുഴിക്കുന്ന മണലിൽ വലിയ വിഭാഗം മണൽ CMMLിലേക്കും നേരിട്ട് പോയി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. 200 മുതൽ 300 ലോഡ് വരെ ഖനനം നടത്തുന്ന ദിവസം അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ടെന്നും അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ടൺ മണൽ അവിടുന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കോടികൾ വില വരുന്ന കരിമണലാണ് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. തോട്ടപ്പള്ളിയിലെ ഖനനം തുടരുന്നത് CMMLന് വേണ്ടിയിട്ടാണ്, CMRLന് വേണ്ടിയിട്ടാണ് എന്ന വാദം തന്നെയാണ് പ്രധാനമായും ഇപ്പോഴും സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് KMMLും IREലും തമ്മിൽ ഒരു കരാറുണ്ടാക്കുന്നു. ആ കരാർ പ്രകാരം, അതിൽ CMRLന്റെ പേര് പരാമർശിക്കുന്നില്ല, പക്ഷേ ആ കരാർ പ്രകാരം IREലിന് തുടർ പ്രോസസ്സ് ചെയ്യാനും തുടർ ഉപകരാറുകളിൽ ഏർപ്പെടാനുമുള്ള ഒരു ഭാഗമുണ്ടാവുന്നു. അങ്ങനെ IREൽ തങ്ങൾക്ക് ലഭിക്കുന്ന മണൽ CMRLന് മറിച്ചു വിൽക്കുന്നു. അങ്ങനെ CMRLന് ലാഭമുണ്ടാക്കുന്നുവെന്നാണ് പരാതിക്കാരും പറയുന്നത്. സമരസമിതിയുടെയും പ്രധാനപ്പെട്ട പരാതി അതുതന്നെയാണ്. കണക്കിൽ കവിഞ്ഞ ലോഡുകൾ എന്തായാലും ഈ തോട്ടപ്പള്ളി മേഖലയിൽ നിന്ന് പോയി എന്നത് ഉറപ്പുമാണ്. അത് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്, KMML തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാഭം CMRLന് ലഭിച്ചതിൻ്റെ പ്രത്യുപകാരമായിരുന്നോ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്ത പ്രതിഫലം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.